ഹലോ, അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം മാങ്ങ സീസൺ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ മാങ്ങച്ചാറ് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ നമുക്കൊരു മാങ്ങച്ചാറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വേപ്പിൻ്റെ ഇല എന്നാണ് പറയുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് നമുക്ക് അച്ചാറിൽ കിട്ടുക. അങ്ങനെ നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതിനാണ് ഇങ്ങനെ നല്ല ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. പിന്നെ മാങ്ങച്ചാറ് ഇഷ്ടമുണ്ടാവാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരുടെയും ഫേവറേറ്റ് ഫ്രൂട്ട് മാങ്ങ ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കടുകും ഉലുവയും നമ്മളൊന്ന് ചട്ടിയിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് പൊടിച്ചതാണ്. അപ്പോഴേക്കും ഇതാ ഇവിടെ മാങ്ങ ഒരമണിക്കൂർ മുന്നേ ചെറുതാക്കി നുറുക്കിയിട്ട് അതിൽ അച്ചാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഇളക്കിയിട്ട് നല്ലോണം മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേയൊക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ അത് അരമണിക്കൂറാക്കി വെക്കണം എന്നില്ല, പെട്ടെന്ന് പൊടിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കണം കേട്ടോ ആ മാങ്ങ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് ആക്കുന്നത്, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. അപ്പോൾ മാങ്ങ വെന്ത് പോയാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മളിത് കുറച്ചിട്ടിട്ടാണ് ആക്കുന്നത്. ഇവിടെ പിന്നെ എല്ലാവർക്കും മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ മാങ്ങ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. ഇനി നമ്മൾ ഇതിക്ക് ആ കടുകും ഉലുവയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോഴും ഫ്ലെയിം നമ്മൾ കുറച്ചിടണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സുർക്ക പൊടി ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.